ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ അവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ കട്ട്ലറ്റ് ആണ്. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ, സ്മാഷ്ഡ് പൊട്ടറ്റോ, സ്മാഷ്ഡ് ക്യാരറ്റ്, ബ്രെഡ് ക്രംസ്, കോഴിമുട്ട, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മല്ലിച്ചെപ്പ്, പച്ചമുളക്, ഉള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരു 20 മിനിറ്റ് നമുക്കത് അടച്ച് വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് കട്ട്ലറ്റിൻ്റെ മസാല തയ്യാറാക്കാവുന്നതാണ്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 3 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്തതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ നന്നായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ സ്മെല്ലൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട്ലറ്റിൻ്റെ മസാല ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. മസാല കൂടുന്തോറും കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. ഇനി മസാല ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മസാലയിലേക്ക് നന്നായിട്ട് പുഴുങ്ങി വേവിച്ച് ഉടച്ച ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് പുഴുങ്ങിയെടുത്ത ക്യാരറ്റ് നന്നായി ഉടച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ചിക്കൻ എല്ല് കളഞ്ഞ് നന്നായിട്ട് പൊടിച്ചെടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം.
ചിക്കൻ ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ നമുക്കിത് കുക്ക് ചെയ്യാം. ചിക്കനിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മസാല നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചൂടാറിയിട്ട് നമുക്കിത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയെടുത്തതാണ് ഈ കാണുന്നത്. ഇനി നമുക്കിത് കോഴിമുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്നും കൂടെ കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അങ്ങനെ എല്ലാം നമുക്ക് ചെയ്യാം. കട്ട്ലേറ്റിൻ്റെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം.